നമസ്കാരം. സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷനൊക്കെ വാങ്ങുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളുടെ സാമൂഹിക സുരക്ഷാ പെൻഷനോ ക്ഷേമനിധി ബോർഡ് പെൻഷനോ ഒക്കെ നമ്മളുടെ കൈകളിലേക്ക് എത്തണമെങ്കിൽ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ ഒക്കെ പറയുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ സർക്കാർ അറിയിക്കുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ എത്തിച്ചു നൽകേണ്ടതുണ്ട്. പെൻഷൻ ലഭിക്കുവാൻ ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത് മസ്റ്ററിംഗ് ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാ വർഷവും വാർഷിക മസ്റ്ററിംഗ് ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു പെൻഷൻ തുക ഓരോ വർഷത്തിലും കൃത്യമായി തന്നെ ലഭിക്കുന്നുമുണ്ട്. ഇതിനിടയിൽ മസ്റ്ററിംഗ് ചെയ്യുവാൻ മറന്നു പോകുന്ന ആളുകൾക്ക് എല്ലാ മാസവും 20-ാം തീയതിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള അവസരവും സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. 2024 നമ്മൾ ചെയ്ത മസ്റ്ററിങ്ങിൻ്റെ അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റ് പ്രകാരമാണിപ്പോൾ സംസ്ഥാന സർക്കാർ നമ്മളുടെ സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനുമൊക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ 2025 മസ്റ്ററിംഗ് ആണ് ആരംഭിക്കുവാൻ പോകുന്നത്. പ്രധാനമായും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് നമ്മൾ എല്ലാ ആളുകളും, അതായത് പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത്. മസ്റ്ററിങ്ങിനായി പോകുമ്പോൾ ആധാർ കാർഡ് നിർബന്ധമായും കൊണ്ടുപോകേണ്ടതുണ്ട്. ഒപ്പം തന്നെ നമ്മളുടെ പെൻഷൻ ID ഉണ്ടെങ്കിൽ, അതായത് പെൻഷൻ്റെ പാസ്ബുക്കോ അതായത് പെൻഷൻ IDയോ ഉണ്ടെങ്കിൽ അതുകൂടി അക്ഷയ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയാൽ മസ്റ്ററിംഗ് എളുപ്പമാവുന്ന ഒരു സാഹചര്യവുമുണ്ട്. പ്രധാനമായും ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പറിലേക്ക് വരുന്ന OTP നമ്മൾ വെരിഫൈ ചെയ്താണ് മസ്റ്ററിംഗ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണും കൂടെ കരുതേണ്ടതുണ്ട്. പ്രധാനമായും വിരലടയാളം പതിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കണ്ണിൻ്റെ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ സ്കാൻ ചെയ്തുകൊണ്ടോ ആയിരിക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. മസ്റ്ററിംഗ് ചെയ്ത് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും മടങ്ങുന്നതിന് മുമ്പ് ആ ഒരു മസ്റ്ററിംഗ് ഓക്കെ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ മസ്റ്ററിംഗ് സ്റ്റാറ്റസ് ഓക്കെ ആയിട്ടുണ്ടോ എന്ന് നമ്മളുടെ പെൻഷൻ ID ഉപയോഗിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ആധാർ കാർഡ് നമ്പർ ഉപയോഗിച്ചോ സേവന പെൻഷൻ സൈറ്റിൽ നമുക്ക് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇനി മസ്റ്ററിംഗ് ശരിയായിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ സക്സസ് ആയിട്ടില്ല എങ്കിൽ വീണ്ടും മസ്റ്ററിംഗ് ചെയ്ത് നമ്മളുടെ പെൻഷൻ ലഭ്യത ഉറപ്പുവരുത്തേണ്ടതുമാണ്. 2025 മസ്റ്ററിംഗ് തൊട്ടടുത്ത മാസം ആരംഭിക്കാൻ പോകുന്നു എന്ന അറിയിപ്പുകളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ വ്യക്തമായ ഉത്തരവ് നമ്മളുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വരേണ്ടതുണ്ട്. ഇതിനായി കാത്തിരിക്കുക. ഇത്തരത്തിലുള്ള ഉത്തരവ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കൂടി ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. താങ്ക് യു.